നമ്മുടെ അവകാശങ്ങൾ കവരുന്നത്, പിടിച്ചു പറിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിലാണ് ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രീതിയിൽ ഇറങ്ങാൻ നാം നിർബന്ധിതമാകുന്നത്. ഇത്തരമൊരു അസാധാരണ സാഹചര്യം നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നതാണ് നാം കാണേണ്ടത്. ഇവിടെ കണക്കുകൾ വ്യക്തമാക്കുകയുണ്ടായി. ഈ മാസം മുതൽ, ജനുവരി മുതൽ മാർച്ച് വരെ 3 മാസ കാലയളവിൽ സംസ്ഥാനത്തിന് വിനിയോഗിക്കാൻ ലഭിക്കേണ്ട തുകയുടെ പകുതിയിലധികമാണ് ഏറ്റവും ഒടുവിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചത്. ഈ അവസാനത്തെ 3 മാസം നമുക്ക് 12,000 കോടി രൂപയാണ് ലഭിക്കേണ്ടിയിരുന്നത്. നമ്മുടെ തനത് വരുമാനമുണ്ട്. ആ തനത് വരുമാനം കൊണ്ട് മാത്രം കാര്യങ്ങളെല്ലാം നിർവഹിച്ചു പോകാൻ നമുക്ക് കഴിയില്ല. ആ തനത് വരുമാനങ്ങളോടൊപ്പം നമുക്ക് വായ്പയും കൂടി എടുക്കേണ്ടതുണ്ട്. ഈ അവസാന മാസത്തെ ചെലവുകൾ തനത് വരുമാനവും എടുക്കുന്ന വായ്പയും കൂടിയുള്ള തുക ഉപയോഗിച്ചാണ് ചെലവഴിക്കേണ്ടത്. ഇതിലാണ് 5,900 കോടി രൂപ ഒരു നീതീകരണവുമില്ലാതെ നിഷേധിച്ചിരിക്കുന്നത്. ഇവിടെ ഇത് മാത്രമല്ല, ഇത് ഒരു ഭാഗമേ ആകുന്നുള്ളൂ. നമ്മുടെ രാജ്യത്താകെ നടപ്പാക്കുന്ന കേന്ദ്ര പദ്ധതികളുണ്ട്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുണ്ട്. ആ കേന്ദ്ര പദ്ധതികളിൽ സംസ്ഥാനം ആദ്യം പണം ചെലവഴിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് നൽകേണ്ടതാണ്. ആ ഇനം നോക്കിയാൽ 2025 സെപ്റ്റംബർ വരെ എടുത്താൽ, അതിനുശേഷവും മാസങ്ങളായി, സെപ്റ്റംബർ വരെയുള്ള കണക്കെടുത്താൽ കുടിശ്ശിക 5,783 കോടി 69 ലക്ഷം രൂപയാണ്. ഇത് വിവിധ തരത്തിലാണ്. അതിൽ ചിലതാണ് നേരത്തെ റവന്യൂ മന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. NHM, ദേശീയ ആരോഗ്യ ദൗത്യം, 636 കോടി 88 ലക്ഷം രൂപ ലഭിക്കണം. UGC ആനുകൂല്യങ്ങൾ 750 കോടി 93 ലക്ഷം രൂപ സംസ്ഥാനത്തിന് ലഭിക്കണം. ക്ഷേമ പെൻഷൻ, അതിൽ ചിലതിൽ കേന്ദ്ര വിഹിതമുണ്ട്, 324 കോടി ലഭിക്കണം. ഭക്ഷ്യസുരക്ഷ 54 കോടി 19 ലക്ഷം രൂപ ലഭിക്കണം. AY കുടുംബങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഗരീബ് കല്യാൺ അന്ന യോജന 43 കോടി 44 ലക്ഷം രൂപ ലഭിക്കണം.
നെല്ല് സംഭരണം 1206 കോടി 69 ലക്ഷം രൂപ ലഭിക്കണം. മൃഗസംരക്ഷണ ഇനത്തിൽ വികസന മേഖലകളിലെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് 37 കോടി 40 ലക്ഷം രൂപ ലഭിക്കണം. സമഗ്ര ശിക്ഷ കേരള 1148 കോടി 13 ലക്ഷം രൂപ ലഭിക്കണം. ഡയറ്റുകളെ മികവിന്റെ കേന്ദ്രമാക്കി വികസിപ്പിക്കൽ 21 കോടി 44 ലക്ഷം രൂപ ലഭിക്കണം. ജൽജീവൻ മിഷന്റെ ഭാഗമായി 974 കോടി 68 ലക്ഷം രൂപ ലഭിക്കണം. പോഷൺ അഭിയാൻ 200 കോടി 20 ലക്ഷം രൂപ ലഭിക്കണം. വനിതാ ശിശു വികസന പദ്ധതികൾ 55 കോടി 51 ലക്ഷം രൂപ ലഭിക്കണം. ഫിഷറീസ് വികസനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ 161 കോടി 63 ലക്ഷം രൂപ ലഭിക്കണം. പട്ടികവർഗ വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് 25 കോടി 43 ലക്ഷം രൂപ ലഭിക്കണം. സാമൂഹ്യനീതിയും ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതികളുടെ ഇനത്തിൽ 30 കോടി 90 ലക്ഷം രൂപ ലഭിക്കണം. ഇതാണ് കേരളത്തിൻ്റെ അനുഭവം. ഇതൊരു പിടിച്ചുപറിയാണ്. കേരളത്തിന് അവകാശപ്പെട്ടത് നിഷേധിക്കലാണ്. എങ്ങനെയെല്ലാം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാം എന്നതാണ് കേന്ദ്ര ഗവൺമെൻറ് ഉന്നം വെക്കുന്നത്. ഇവിടെ ഇത്തരം നടപടികൾ ഗവൺമെന്റിനെ ഉന്നം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ LDFനെ ഉന്നം വെച്ചുകൊണ്ട് മാത്രമുള്ളതാണ് എന്ന് പറയാനാവില്ല. എല്ലാ വിഭാഗം ജനങ്ങളെയും കേരളത്തെ ആകെയും ബാധിക്കുന്ന നിലപാടാണിത്. കേരളത്തെയാണ് ഞെരുക്കുന്നത്. അപ്പോ ഇതെല്ലാം കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ്. ആസൂത്രണം വേണ്ടത് നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനാണ്. നമുക്കുള്ള ദുരനുഭവം നമ്മുടെ നാടിനെ ഏതെല്ലാം വഴിയിലൂടെ തകർക്കാം, ഇതാണ് ഒരു ഭാഗത്ത് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പദ്ധതികളാണ് ഇവയോരോന്നും. ഇപ്പോൾ കേരളം രാജ്യത്തിന് തന്നെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.